ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ മലയാളം കേക്ക് കൊണ്ടൊരു വീട് എന്ന കഥയിലെ അടുത്ത ഭാഗം നോക്കുകയാണ് കേട്ടാ. അപ്പം 104-ാമത്തെ പേജാണ്. കൂട്ടുകാർ പേജ് ഒന്നെടുത്തേ. അപ്പം നമുക്ക് ആ കഥയുടെ ബാക്കി ഭാഗം കേട്ടാലോ. ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു. ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട്. സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു. ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി. അതുവഴിയും ഇതുവഴിയും അകത്തു കയറി. ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു. എന്താ സ്വാദ്! നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി. എന്താ മധുരം! കൂട്ടുകാരെ, എന്താ ഇതിൽ പറയുന്നത്? നമ്മുടെ ഉറുമ്പുകള് ജാഥയായി വന്നു. ജാഥയായിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ജാഥ എങ്ങനെയാ പോവുക? വരി വരിയായിട്ടാണ് ജാഥ പോവാല്ലേ. ഉറുമ്പുകൾ എങ്ങനെയാ പോവാറ്? വരി വരിയായിട്ടല്ലേ. അങ്ങനെ ഉറുമ്പുകള് ജാഥയായി വന്നു. അപ്പം ഇങ്ങനെ ജാഥയായി വരുമ്പോൾ ക്ഷണം കിട്ടിയ മട്ടുണ്ട്. ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് പോലെയാണ് ഉറുമ്പുകൾ വരുന്നത് കാണുമ്പോൾ. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയാ? വരൂ വരൂ, കയറിയിരിക്കൂ അല്ലേ? സ്വാഗതം സ്വാഗതം, വീട്ടിലേക്ക് വായോ എന്ന് പറയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീട് പറഞ്ഞു. സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു. ഉറുമ്പുകൾ ഇത് കേട്ട് ഭയങ്കര സന്തോഷത്തില് അവരെന്തോ ഒരു സംഘഗാനം പാടി. സംഘഗാനം എന്ന് പറയുമ്പോൾ എന്താ? ഒറ്റയ്ക്ക് പാടുന്ന പാട്ടല്ല. എങ്ങനെയാണ് സംഘഗാനം എന്ന് പറയുമ്പോൾ? എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പാട്ട് പാടി, സംഘഗാനം പാടി. എന്നിട്ട് അതുവഴിയും ഇതുവഴിയും ഒക്കെ അവര് ഈ വീടിനകത്ത് കയറി. ചോണനുറുമ്പ് എന്താ ചെയ്തത്? ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു. കണ്ടോ കൂട്ടുകാരെ ചിത്രത്തിലെ? ചോണനുറുമ്പ് സോഫ തിന്നണത് കണ്ടു. എന്താ സ്വാദ്! ചോണനുറുമ്പ് പറയാ, എന്താ സ്വാദ്! നെയ്യുറുമ്പ് എന്താ ചെയ്തത്? നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി. കണ്ടോ കൂട്ടുകാരെ? നെയ്യുറുമ്പ് മേശ തിന്നണത് കണ്ടുവോ? എന്താ മധുരം! നെയ്യുറുമ്പ് പറയാ, എന്താ മധുരം! ഇതെന്താണ് വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിന്നണത്? നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിന്നാൻ കഴിയോ? പിന്നെ എന്താ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ നമ്മുടെ ഉറുമ്പുകൾ തിന്നണത്? എന്നിട്ട് നല്ല മധുരം ഉണ്ടെന്ന്. എന്താവും അതിന് കാരണം? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. പിടികിട്ടിയോ കൂട്ടുകാർക്ക്? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.